നമസ്കാരം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് തൃപ്പൂണിത്തുറയിലാണ്. നമ്മളെല്ലാവരും നമ്മളിലേക്ക് തന്നെ ചുരുങ്ങി വല്ലാതെ സ്വാർത്ഥരാകുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിൻ്റെ ഉറവ് പറ്റിയിട്ടില്ല എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് പെട്ടെന്ന് നമുക്കെല്ലാം പരിചിതനായി മാറിയ ശ്രീ ഷാജി. ഒരു ചായ കച്ചവടക്കാരൻ്റെ ജീവിതത്തിൽ നിന്ന് സാഹോദര്യത്തിൻ്റെ മനുഷ്യസ്നേഹത്തിന് പ്രതീകമായി മാറിയ ഷാജിയോടാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. നമസ്കാരം. ഇന്ന് പെട്ടെന്ന് അങ്ങനെ കഴിയുന്നതല്ല അത്, അല്ലേ? കാരണം ചിന്തിച്ചുറപ്പിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ അത്. ഒരു കാഴ്ച അവിടെ പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയണം, അല്ലേ? അതിനുള്ളിലൊരു അലിവുള്ള സാഹോദര്യമുള്ള ഒരു മനസ്സുണ്ടാവണം. ഒരു പെട്ടെന്നൊരു കാഴ്ച ഉണ്ടാവുന്നു, അതിൽ അതേ സ്പീഡിൽ തന്നെ പ്രതികരിക്കുന്നു. കാരണം ഇതൊരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്തുള്ളൊരു സംഗതി ഇല്ലല്ലോ. ആ കാഴ്ചയിൽ പ്രതികരിക്കാൻ പറ്റണം. എല്ലാവരെ കൊണ്ടും അങ്ങനെ കഴിയാറില്ല, ശരിയല്ലേ? കാരണം പലരും ഇപ്പോൾ ഇത്തരം ഒരു അപകടം ഉൾപ്പെടെയുള്ള എന്തുണ്ടായാലും സ്കൂട്ടാവാനേ നോക്കുള്ളൂ. അതിൻ്റെ നൂലാമാലകളെ ഭയന്നിട്ടോ അല്ലെ മറ്റെന്തെങ്കിലും കാരണത്താൽ അതിൽ ഇടപെടാതിരിക്കാനേ ശ്രമിക്കുള്ളൂ. അപൂർവം ചിലർ മാത്രമേ അതിൽ ഇടപെടാറുള്ളൂ, അല്ലേ? അതിലൊരാളാണ് ഷാജി. കാരണം അവിടെ ഉണ്ടായത് ഒരു അപകടത്തിലുപരിയായി ഒരു നഗ്നതയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ പെട്ടെന്ന് ഉള്ളിലുള്ള ഒരു വ്യക്തി, മനുഷ്യൻ, സഹോദരൻ, അല്ലെങ്കിൽ അല്ലേ ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി ഉണർന്നു. എന്തായിരിക്കും ശരിക്കും പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ കാരണം? പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സൈക്കിളിൽ ചായ കച്ചവടമാണ് രാവിലെയും വൈകിട്ടും. അപ്പൊ അതുപോലെ രാവിലെ കൊടുത്ത് സ്റ്റാച്യു ജംഗ്ഷനിലെത്തി. സ്റ്റാച്യു ജംഗ്ഷനിൽ അവിടെ കുറച്ച് കടകളുണ്ട്. അവിടെ കൊടുക്കുമ്പോൾ നമ്മള് മഹാരാഷ്ട്ര സൂപ്പർ ബസാർ എന്ന് പറഞ്ഞൊരു തുണിക്കടയുണ്ട്. അതിന്റെ പരിസരത്ത് സൈക്കിൾ ഒതുക്കി വെച്ച് അവിടെ സൈക്കിൾ വെച്ചിട്ട് ചുറ്റുപാടുള്ള കടകളിലെല്ലാം കൊടുക്കും. നമ്മള് ആൾക്കാർക്ക് കൊടുത്ത് അവിടുന്ന് പിന്നീട് അല്പം കൂടി പോയിട്ട് അമ്പലം എത്തണ്ട, പൂർണ്ണത്രേശന്റെ അടുത്ത് എത്തണ്ട, അതിനു മുമ്പ് ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഇത് തീരുന്നത്. സാധാരണ അവിടെ വെച്ചാണ് തീരുന്നത്, അവസാനിക്കുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള ഇതാണ് സ്റ്റാച്യു ജംഗ്ഷൻ. അവിടെ ചായ കൊടുക്കല് കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കിൾ എടുക്കാൻ അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്കാണ് ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേട്ട് ഓടി ചെല്ലുമ്പോഴാണ് ബസ്സിനിടയിൽപ്പെട്ട് ഇരുചക്രം വാഹനത്തിൽ യുവതിയെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഈ സ്ത്രീയെ തള്ളിക്കൊണ്ടു പോവാണ്. ആ കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ എല്ലാവരും കൂടുന്ന ഞാൻ ചുറ്റുപാടൊന്നും ആൾക്കാരെല്ലാം ഓടിക്കൂടി ബസ് നിർത്താൻ ആവശ്യപ്പെടുകയും ബസ്സിന്റെ മുമ്പിലെല്ലാം കയറി വരുന്ന ആൾക്കാര് അങ്ങനെ ബസ് നിർത്തി. ബസ് നിർത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വീലിന്റെ ഇടത് ഭാഗത്ത് സ്ത്രീ നേരെ കിടക്കുന്നതാണ്. വീലിന്റെ അടിയില് വയറ് മുട്ടി കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ തന്നെ ബസ് പിന്നോട്ട് എടുക്കാൻ എല്ലാവരും ഡ്രൈവറോട് ആവശ്യപ്പെട്ട് ബസ് പിന്നിലേക്ക് എടുത്ത് അങ്ങനെ തന്നെ ഞാൻ ഓടിച്ചെന്ന് ഉയർത്താൻ ശ്രമിച്ചു. ഇപ്പൊ ഒറ്റയ്ക്ക് പോയില്ല. അത് എല്ലാവരും കൂടി ചുറ്റുവട്ടത്ത് കൂടി എല്ലാവരും കൂടി ഉയർത്തി. ആരൊക്കെയാണെന്ന് ആരൊക്കെയാണ് എന്നുള്ളത് അങ്ങനെ ഉയർത്തി നിർത്തുമ്പോഴത്തേക്കും കാല് കുത്താൻ പറ്റാത്ത വേദനയുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. അതൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയായിരിക്കുമല്ലോ. അതെ, ആകെ കാഴ്ച ഒരു സ്ത്രീ അതിനടിപ്പെട്ടിരിക്കുന്നു, വീലിന്റെ അടിയിൽ കിടക്കുന്ന കാഴ്ചയാണ് അവസാനം. അവിടെ നമ്മൾ ഒരുത്തെ നിർത്തുമ്പോഴത്തേക്കും ഇടത് ഭാഗത്ത് അല്പം പോലും വസ്ത്രം ഇല്ല. ഇത് ഒരഞ്ഞു കയറിപ്പോയിട്ടുണ്ട്. റോഡിലൂടെ വലിച്ചിഴച്ച് അതിന്റെ ഭാഗമായിട്ട് വസ്ത്രമെല്ലാം കീറി പോയി. അങ്ങനെ നമ്മള് പിന്നെ ടോപ്പാണെന്നുണ്ടെങ്കിൽ ടോപ്പിനകത്ത് കണ്ണാടി, റൈറ്റ് സൈഡിലെ കണ്ണാടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചില്ലെല്ലാം നമ്മൾ കുടഞ്ഞ് ടോപ്പെല്ലാം നേരെ ഇടുന്ന നേരത്ത് നേരെ ഇടുമ്പോ ചില്ലുകള് താഴത്തോട്ട് വീണു. അങ്ങനെ നിർത്തുമ്പോഴത്തേക്കും ഈ കാഴ്ച പെട്ടെന്ന് ഈ കാഴ്ചയും കൊണ്ട് നമ്മൾ ആശുപത്രിയിലോട്ട് സഞ്ചരിക്കണ്ട. അവിടെ നിൽക്കുമ്പോൾ വാഹനം വരാതെ നമുക്കിത് ആളെ കയറ്റാനും അത്രയും നേരം നമ്മള് ഈ സ്ത്രീയെ ഈ വേഷത്തിൽ അവിടെ നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
വളരെയേറെ മനുഷ്യത്വമില്ലായ്മയാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ മനസ്സിൽ വരികയും ഞാൻ ഉടുത്തിരുന്ന മുണ്ട് അപ്പൊ തന്നെ അഴിച്ച് അവരെ ഉടുപ്പിക്കുകയാണ് ചെയ്തത്. അതായത് മറ്റൊന്നും അന്നേരം ചിന്തിച്ചില്ല, ഇല്ല. സ്വന്തം നഗ്നതയോ സ്വന്തം അല്ലെങ്കിൽ എനിക്കും സംഭവിക്കുന്ന ഒരു ചിന്ത അപ്പൊ ഒന്നില്ല. അടുത്ത സെക്കൻഡിൽ ചെയ്യേണ്ടത് ഈ സ്ത്രീയെ സുരക്ഷിതയാക്കുക, അവരെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് സംരക്ഷിക്കുക. അതെ, ഇതാണ് അല്ലേ മൊബൈലിന്റെ. അതെ, തീർച്ചയായും ഭയങ്കര പ്രശ്നമാണ് എത്രയും പെട്ടെന്ന്. കാരണം എല്ലാ കണ്ണും ഒരുപോലെ അല്ല ഒരു കാഴ്ചയും കാണുന്നത്, അല്ലേ? അതെ. അവിടെ നമ്മളുടെ നമ്മളവിടെ സ്വയം ഒരു സുരക്ഷിത കവചമാവുകയാണ്. നമ്മുടെ മുണ്ട അവിടെ അല്ലെ, ആ മുണ്ട അവിടെ അല്ല, ഒരു വ്യക്തിയുടെ ഒരുപക്ഷെ എത്രയോ കാലത്തെ അല്ലേ മാനാഭിമാനങ്ങളുടെ ഒരു കവചമാണ് ആ മുണ്ട്. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ, പെട്ടെന്ന് ആക്ട് ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വമാണ്, സാഹോദര്യമാണ്, അല്ലേ? അതെ. അതിങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല ഇത്. ഒരുപക്ഷെ ഷാജി വളർന്നു വന്ന സാഹചര്യങ്ങളുടെ ചിന്തകളുടെ ഒരു റിസൾട്ടായിരിക്കും ആ പെട്ടെന്ന് അങ്ങനെ തോന്നിയത്. ഞാൻ പിന്നെ വർഷങ്ങളോളമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട്, കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും നമ്മളോട് ചെല്ലും. ആദ്യം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിൽ നമ്മൾ സഹകരിച്ച് പോവും. ഒരുപാട് പേര് ഉണ്ട്, പക്ഷെ ഒരുപാട് പേരില്ല അങ്ങനെ ചിന്തിക്കുന്നവർ. എന്ത് കണ്ടാലും തിരിഞ്ഞു ഓടുന്ന പരിപാടിയില്ല. അല്ല, അങ്ങനെ ഓടുന്നവർ ധാരാളം പേരുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ എന്ത് സാധിക്കും അത് നമ്മൾ ചെയ്യും. അല്ല, ആ മാനസികാവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഷാജി അത് വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതല്ലല്ലോ. ഉള്ളിൽ തനിയേ ഉണ്ടായി വരണം, അല്ലേ? സ്വന്തം അനുഭവത്തിൽ നിന്നുണ്ടായി വരണം. നമ്മൾ ഈ ലോകത്തെ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, നമ്മൾ ഈ ലോകത്തൊരു സ്ത്രീയെ കാണുന്ന കാഴ്ച, അല്ലെ ഒരു പെൺകുട്ടിയെ കാണുന്ന, ഒരു അമ്മയെ കാണുന്ന, സഹോദരിയെ കാണുന്ന, അമ്മ, സഹോദരി, ഭാര്യ, യെസ്, ഇവരെയൊക്കെ കാണുന്ന കാഴ്ചക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടു, അല്ലേ? അവിടെ വർക്ക് ചെയ്യുന്ന നമ്മളുടെ മനസ്സിൽ നിന്ന് വന്നത് അതാണ്, ആ ചിന്തയാണ്. പെട്ടെന്ന് അവരെ സംരക്ഷിക്കുക. കാരണം എല്ലാ കണ്ണും ഒരുപോലെ അല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ആ സംരക്ഷകനാവാൻ തോന്നിയത്, അല്ലേ? അത് ആ വ്യക്തിപരവും കുടുംബപരവും ശീലപരവുമായ ഷാജിയുടെ റിസൾട്ടാണ്, ഷാജിയുടെ വ്യക്തിത്വത്തിന്റെ റിസൾട്ടാണ്. അല്ലാതെ എവിടുന്നേലും ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻമാതൃക കൊണ്ടോ ചെയ്തതല്ലല്ലോ ഇത് ഉള്ളിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് ഷാജിക്ക്. അങ്ങനെ സ്വയം സംരക്ഷിക്കുന്നതിലുപരി എൻ്റെ മുമ്പിലുള്ള ഒരു അമ്മ, അല്ലെ സഹോദരി, അല്ലെങ്കിൽ ഭാര്യ, മകൾ, അല്ലേ, ഇതിൽ പെട്ട ഒരാളെ സംരക്ഷിക്കുക എന്ന ചിന്ത നിസ്സാര കാര്യമല്ല. പെട്ടെന്നുണ്ടാവുന്ന ഒരു ഫെയിമിനപ്പുറത്ത് അതിന് വലിയൊരു അംഗീകാരം കൂടിയാണ്. ഇതുപോലെ കുറേ പേർക്ക് പ്രചോദനം ആവട്ടെ എന്നാണ് ഷാജിയുടെ പ്രവൃത്തി, അല്ലേ? കാരണം എന്താണ്, ഇതുപോലെ എത്രയോ പേർക്ക് അപകടം ഉണ്ടാവാം. ഈ ആൾക്കാരൊക്കെ വന്ന് ഇത് കണ്ടിട്ട് പോവുക, ഫോട്ടോ എടുത്തിട്ട് പോകുന്നതിനപ്പുറത്ത് പ്രതികരിക്കുന്നവർ വളരെ കുറവാണ്. ഇവിടെയാണ് ഷാജി ആക്ട് ചെയ്തത്, അല്ലേ? അതിനുശേഷം പെട്ടെന്ന് ഇങ്ങനെ ലൈവ് ലൈറ്റിലായി. ചാനൽസ് ഒക്കെ ഒരുപാട് പേര് വന്നായിരുന്നല്ലോ, ഒരുപാട് പേര് അല്ലെ? നമ്മൾ തന്നെ അറിയുന്ന ചാനലിലൂടെയാണല്ലോ ഇത്. ചാനലിലൂടെ വരുമ്പോ ഷാജിയുടെ മനസ്സിൽ എന്താ തോന്നി? പെട്ടെന്ന് സന്തോഷവും വേദനാജനകവുമായിരുന്നു. സ്ത്രീയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുമ്പോഴത്തേക്കും വളരെയേറെ. പക്ഷെ അവരെ ആർക്കും അറിയില്ലല്ലോ, ഷാജി അവരെ പൊതിഞ്ഞു പിടിച്ചല്ലോ. അതെ, എനിക്കറിയാലോ. അതെ, അല്ല, താങ്കൾക്ക് അറിയാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇത് ഒതുങ്ങുകയും അവരെ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഷാജി അങ്ങനെ ആക്ട് ചെയ്തില്ല എങ്കിൽ കൂടുതൽ ആളിലേക്ക് ഇവരുടെ ഒരു ഫെയിം ഇങ്ങനെ ഒരു കുപ്രസിദ്ധിയായിട്ട് എത്തിയാനെ, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ എത്തിയാനെ. അവിടെ അതിൽ നിന്ന് അവരെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച ഷാജി എന്ന് വിളിക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ. കാരണം അവർക്ക് ഒരു ദോഷവും ഉണ്ടാവാത്ത രീതിയിൽ, ഇല്ലേ? ഇന്നിപ്പം അവർ ഒരു സ്ത്രീ അല്ലെ ഒരു യുവതി, ഒരു വനിതയെന്ന് മാത്രമേ അവരെ കുറിച്ച് അറിയുന്നുള്ളൂ. മറ്റേ അങ്ങനെയല്ലോ എത്രയോ പേര് അവരെ നോക്കിയേനെ. പക്ഷെ ഇതങ്ങനെയില്ല. അവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു കടമ, ഒരു ഉൾപ്രേരണയാൽ സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ ഷാജിയെ കൊണ്ട് പറ്റി, അല്ലേ? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ടെന്ന് വളരെ സന്തോഷമാണ്, അല്ലേ? ആ മനസ്സിനെ നമ്മൾ വളരെ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഓക്കെ.